നമസ്കാരം. തർക്കങ്ങളിൽ ജയിക്കുന്നതിനെക്കുറിച്ചല്ലേ നമ്മളൊക്കെ എപ്പോഴും ചിന്തിക്കുന്നത്. പക്ഷേ യഥാർത്ഥ വിജയം ആ ജയത്തിലല്ലെങ്കിലോ, ചിലപ്പോ ആ വാദപ്രതിവാദങ്ങളിൽ നിന്നും മാറി നടക്കുന്നതിലാണ് ഏറ്റവും വലിയ ശക്തി ഒളിഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങളെ വിശ്വസിക്കുമോ? ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അതിനെക്കുറിച്ചാണ്. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഒരു വലിയ വാഗ്വാദത്തിൽ നിങ്ങൾ ജയിച്ചു, നിങ്ങളുടെ ഭാഗം ശരിയാണെന്ന് സ്ഥാപിച്ചെടുത്തു. പക്ഷേ അത് കഴിഞ്ഞ് മനസ്സിലെന്താ തോന്നാറ്? ഒരു സന്തോഷമാണോ? അതൊരു തരം ശൂന്യതയും ക്ഷീണവുമൊക്കെയല്ലേ? എന്തുകൊണ്ടാവും ആ വിജയത്തിന് നമുക്കൊരു സന്തോഷം തരാൻ പറ്റാത്തത്? അപ്പോൾ ശരി, നമുക്ക് ഈ ഒരു അവസ്ഥയെക്കുറിച്ച് കുറച്ചുകൂടെ ആഴത്തിൽ നോക്കാം. ഈ ജയിക്കണമെന്നുള്ള വാശി അതെങ്ങനെയാണ് നമ്മളെ അറിയാതെ ഒരു കെണിയിൽ കൊണ്ടുപോയി ചാടിക്കുന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഇതിന്റെയൊക്കെ അടിസ്ഥാനപരമായ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, തർക്കങ്ങൾ വെറും ആശയങ്ങളുടെ ഒരു യുദ്ധമല്ല, അത് നമ്മുടെ എനർജി ഉപയോഗിച്ചുള്ള ഒരു പോരാട്ടമാണ്. നമ്മൾ പറയുന്ന ഓരോ വാക്കും ഒരു തീപ്പൊരി പോലെയാണ്. അത് നമ്മുടെ ഉള്ളിലുള്ള ഒരു എനർജി, നമ്മുടെ ഒരു ജീവശക്തി, അതിനെയാണ് ഈ വാക്കുകൾ കത്തിച്ചു കളയുന്നത്. അപ്പോൾ ഈ തീക്ക് ഇന്ധനം എവിടുന്നാ കിട്ടുന്നത്? അത് നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെയാണ്. നമ്മുടെ അഹംഭാവം, ഞാനാണ് ശരിയെന്ന് തെളിയിക്കാനുള്ള ആ ഒരു വാശിയില്ലേ, അതാണ് ഈ തീ ആളിക്കത്തിക്കുന്നത്. ഈ അഹംഭാവത്തിന് നമ്മൾ കൊടുക്കേണ്ടി വരുന്ന വില എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. പണ്ഡിറ്റ് ശ്രീറാം ശർമ്മ ആചാര്യയുടെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ ഒരുപക്ഷെ വിചിത്രമായി തോന്നാം. പക്ഷെ ഇതിൽ വലിയൊരു സത്യമുണ്ട്. തർക്കത്തിൽ ജയിക്കുമ്പോൾ നമ്മുടെ ഈഗോ ഒരു നിമിഷത്തേക്ക് സന്തോഷിക്കും. പക്ഷേ അതിലും വലുത് പലതും നമ്മൾ നഷ്ടപ്പെടുത്തുന്നുണ്ടാവും. നമ്മുടെ സമാധാനം, നമ്മുടെ എനർജി, അതൊക്കെ പോയി കിട്ടും. അപ്പോ നമ്മുടെ എനർജി കത്തിപ്പോവാതെ എങ്ങനെ രക്ഷപ്പെടാം? അതിനുള്ള വഴിയാണ് നിശ്ശബ്ദത. വെറുതെ മിണ്ടാതിരിക്കലല്ല, അതൊരു ശക്തമായ കവചമാണ്. ഇവിടെ നിശ്ശബ്ദത എന്ന് പറയുമ്പോൾ അത് വെറുതെ വായടച്ചു പിടിക്കുന്ന ഏർപ്പാടല്ല. അതിനെ നമുക്ക് മൗനം എന്ന് വിളിക്കാം. അതായത് ഇത് നമ്മൾ അറിഞ്ഞുകൊണ്ട് ബോധപൂർവം തിരഞ്ഞെടുക്കുന്ന ഒന്നാണ്. നമ്മുടെ ദേഷ്യത്തെയും ഈഗോയെയും ഒക്കെ നിയന്ത്രിച്ച് നമ്മുടെ ഉള്ളിലുള്ള വിവേകത്തിന് സംസാരിക്കാൻ ഒരു അവസരം കൊടുക്കുന്ന അവസ്ഥ. ഈ താരതമ്യം ഒന്ന് നോക്കിക്കേ. ഒരു സൈഡിൽ തർക്കങ്ങൾ നമ്മുടെ എനർജി മുഴുവൻ വലിച്ചെടുക്കുന്നു, ഈഗോയെ വളർത്തുന്നു, ബന്ധങ്ങളിൽ പ്രശ്നങ്ങളുണ്ടാക്കുന്നു. മറ്റേ സൈഡിലോ മൗനം നമ്മുടെ എനർജിയെ സംരക്ഷിക്കുന്നു, ഈഗോയെ പതിയെ ഇല്ലാതാക്കുന്നു, പരസ്പരം മനസ്സിലാക്കാൻ സഹായിക്കുന്നു. വ്യത്യാസം വളരെ ക്ലിയർ അല്ലേ? അതായത് നിശ്ശബ്ദത വെറുമൊരു ശൂന്യതയല്ല, അതൊരു ഭാഷയാണ്. അത് കലഹങ്ങളുടെയും ബഹളങ്ങളുടെയുമൊക്കെ ശബ്ദത്തെ ഇല്ലാതാക്കുന്നു. ആ ശാന്തതയിൽ നിന്നാണ് യഥാർത്ഥത്തിലുള്ള ഒരു പുരിതൽ, ഒരു ധാരണയുണ്ടാകുന്നത്. അതുകൊണ്ട് നിശ്ശബ്ദത ഒരു കവചം മാത്രമല്ല, നല്ല ചിന്തകൾക്ക് വളരാനുള്ള ഒരു ഇടം കൂടിയാണ്. ഓക്കെ, ഇതൊക്കെ കേൾക്കാൻ നല്ല രസമുണ്ട്. പക്ഷേ ജീവിതത്തിൽ ദേഷ്യം വരുമ്പോൾ ഇതൊക്കെ എങ്ങനെ ഓർക്കും, എങ്ങനെ പ്രയോഗിക്കും, അല്ലേ? നമുക്കതിലേക്ക് വരാം. നല്ല ദേഷ്യം വന്നു നിൽക്കുന്ന ആ ഒരു നിമിഷം എന്തു ചെയ്യും? ആ സമയത്ത് ഈ മൗനത്തിന്റെ ശക്തിയെ എങ്ങനെ നമുക്ക് കൂട്ടുപിടിക്കാം? അതിനൊരു സിമ്പിൾ വഴിയുണ്ട്. അതെ, വെറും 30 സെക്കൻഡ്. കേൾക്കുമ്പോൾ ചിലപ്പോൾ അതിശയം തോന്നും, അല്ലേ? പക്ഷേ അത്രേ വേണ്ടൂ. ആ നിർണായകമായ അരമിനിറ്റിന് വലിയൊരു വഴക്കൊഴിവാക്കാനും നിങ്ങളുടെ സമാധാനം തിരിച്ചുപിടിക്കാനും സാധിക്കും. ഇതാണ് നമ്മുടെ പോസ് ബട്ടൺ. ഈ 30 സെക്കൻഡ് എങ്ങനെ ഉപയോഗിക്കാം എന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യം, ദേഷ്യം വരുന്നുണ്ടെന്ന് സ്വയം തിരിച്ചറിയുക. രണ്ടാമത്, ഒരു ഉറച്ച തീരുമാനമെടുക്കുക. എന്തു വന്നാലും അടുത്ത 30 സെക്കൻഡ് ഞാൻ ഒരക്ഷരം മിണ്ടില്ല. മൂന്നാമത്, ആ സമയത്ത് നല്ല ആഴത്തിലൊന്ന് ശ്വാസമെടുത്ത് വിടുക. അത്രേ ഉള്ളൂ. ആ നിമിഷങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ വിവേകം താനേ തിരിച്ചുവരും. ആ വഴക്ക് അവിടെ തീരും. എങ്ങനെ മൗനം ശീലിച്ചാൽ നമുക്ക് എന്തൊക്കെയാണ് കിട്ടുന്നത്? ഇതിനെ മൗനത്തിന്റെ 5 ലാഭങ്ങൾ എന്ന് പറയാം. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന വളരെ പോസിറ്റീവായ മാറ്റങ്ങളാണവ. ഒന്നാമതായി, നമ്മുടെ വിലയേറിയ എനർജി വെറുതെ പാഴായി പോകുന്നത് തടയാം. രണ്ടാമത്തെ കാര്യം, ശാന്തമായ മനസ്സിലെ വിവേകം ഉണരുകയുള്ളൂ. അപ്പോൾ നമുക്ക് ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും. മൂന്നാമത്തേത്, മിണ്ടാതിരിക്കുമ്പോൾ നമ്മുടെ ഞാൻ എന്ന ഭാവം പതിയെ ഇല്ലാതാകും. നാലാമതായി, വാക്കുകൾ കൊണ്ട് മറ്റൊരാളെ മുറിവേൽപ്പിക്കുന്നതിന് മുൻപ് പിന്മാറുന്നതിലൂടെ നമ്മുടെ ബന്ധങ്ങൾ കൂടുതൽ സുരക്ഷിതമാക്കാം. പിന്നെ അവസാനമായി, ഈ ശാന്തതയിൽ നമുക്കൊരുതരം ദിവ്യമായ സമാധാനം അനുഭവിക്കാൻ സാധിക്കും. അതുകൊണ്ട് ഓർക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: മൗനം പാലിക്കുന്നത് ഒരു തോൽവിയല്ല, ഒരിക്കലുമല്ല. അത് നിങ്ങളുടെ വികാരങ്ങളെയും ആ സാഹചര്യത്തെയും നിങ്ങൾ കൺട്രോൾ ചെയ്യുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. അത് നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തിയാണ്. എന്തായാലും ഇതൊന്ന് ജീവിതത്തിൽ പരീക്ഷിച്ചു നോക്കൂ.